നമസ്കാരം. വിദേശത്ത് നിന്ന് കള്ളപ്പണം പിടിച്ചെടുത്ത് നമ്മുടെ അക്കൗണ്ടിൽ ബാങ്കിലിടും എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത്. ഒന്നും നടന്നില്ല. ഇവിടെയുള്ള പണവും കൊണ്ട് പലരും വിദേശത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോദി ഭാരതത്തിന് ഇത് എന്തുപറ്റി? ഞങ്ങൾക്കും പറയാനുണ്ട്. സ്വാഗതം ശ്രീ CP ജോൺ, CMP നേതാവ്, സാമ്പത്തിക വിദഗ്ധൻ. S സുരേഷ്, BJP തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്. ജ്യോതി കുമാർ ചാമക്കാല, കോൺഗ്രസ് നേതാവ്. ജോസ് എബ്രഹാം, ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്. ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ വിദേശത്ത് നിന്ന് കള്ളപ്പണം പിടിച്ചെടുത്ത് 15 ലക്ഷം രൂപ ഇടാം എന്നൊക്കെയാണ് നമ്മുടെ പ്രധാനമന്ത്രി ഭരണത്തിൽ കയറുമ്പോൾ പറഞ്ഞത്. അതൊന്നും നടന്നില്ലെങ്കിലും ഇവിടുത്തെ പിച്ചച്ചട്ടിയിൽ നിന്ന് പണവും കൊണ്ട് ചില മാന്യന്മാർ വിദേശത്തേക്ക് കടക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെ വിദേശത്ത് നിന്ന് കള്ളപ്പണം പിടിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞ സംവിധാനങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്? അത് ലളിത് മോദിയാണെങ്കിലും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നിരവ് മോദിയാണെങ്കിലും അതുപോലെ തന്നെ വിജയ് മല്യയാണെങ്കിലും കള്ളന്മാർക്ക് നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ നിൽക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്ന് തോന്നി തുടങ്ങി. പക്ഷെ അവരാരും വെറും കൈയോടെയല്ല പോകുന്നത്. അതെ, ഈ വെറും കൈയോടൊന്നല്ല. ഇപ്പോൾ നിരവ് മോദിയുടെ കേസിൽ 2008 മുതലാണ് ഈ രാജ്യത്ത് വെട്ടിപ്പ് തുടങ്ങിയത്. 2011 അദ്ദേഹം 1500 കോടി രൂപ ഇവിടുന്ന് നിക്ഷേപം എടുത്തത്. ആ 2013 അന്നത്തെ ഇന്ത്യയുടെ കോൺഗ്രസിൻ്റെ വൈസ് പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ജുവലറി, അത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള ജുവലറി ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട്. പക്ഷെ മോദി ദാവോസിൽ പോകുമ്പോൾ അദ്ദേഹം മാത്രമല്ല, അവിടെ റോഡ് വക്കിൽ നിന്ന് കൊച്ചു കുട്ടികളോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഒറ്റ കാര്യം, ഇവിടെ ഒരു വശത്ത് നമ്മൾ കള്ളപ്പണം പിടിക്കാൻ, കള്ളനോട്ട് പിടിക്കാൻ, അഴിമതി തടയാൻ GST കൊണ്ടുവരുന്നു, നോട്ട് നിരോധിക്കുന്നു, ആധാർ ബാങ്കുമായി ലിങ്ക് ചെയ്യുന്നു. ഇങ്ങനെ എലിയെ കൊല്ലാൻ ഇല്ലം ചുടുന്ന വലിയ പദ്ധതികൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് പെരിച്ചാഴികൾ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതും ഒരു ബാങ്ക്, ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ദേശസാൽകൃത ബാങ്ക് തകർത്തുകൊണ്ടാണ് പോകുന്നത്. അല്ല, അതിന് കാരണം 3 വർഷത്തിനുള്ളിൽ വന്ന നരേന്ദ്രമോദി അല്ലല്ലോ. ഇത് 2008 തുടങ്ങിയതല്ലേ. തീർച്ചയായും. ഇത് മാത്രമല്ല, ഇത് വേറൊന്ന്, നിങ്ങൾ ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒരു വിഷയം മാത്രം എടുക്കണ്ട. ലക്ഷക്കണക്കിന് കോടി രൂപ ഇവിടുത്തെ നിരവധി ബാങ്കുകൾ, SBI ഉൾപ്പെടെയുള്ള ബാങ്കുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി രൂപ വെട്ടിച്ചിട്ടുണ്ട്. തീർച്ചയായും. ശ്രീ CP ജോൺ, ഒരു ബാങ്കിൽ നിന്ന് 10,000 കോടി രൂപ തട്ടിച്ചുകൊണ്ട് ഒരാൾ രക്ഷപ്പെടുന്നു, ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് കടക്കുന്നു. ആ ബാങ്കിന് ഒരു സംവിധാനമുണ്ട്, അതിന് തലപ്പത്ത് ആളുകളുണ്ട്. ഒരു പ്രധാനമന്ത്രിക്ക് എങ്ങനെയാണ് ഒരു ബാങ്കിലെ തട്ടിപ്പ് തടയാനാവുക? എന്തുകൊണ്ടാണ് ഒരു മോദി എന്നുള്ള പേരുള്ള ഒരാളാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതുകൊണ്ട് പ്രധാനമന്ത്രി മറുപടി പറയണം എന്നൊക്കെ പ്രതിപക്ഷം പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഞാൻ വാസ്തവത്തിൽ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ബൈ ചാൻസ് ഈ ആന്ത്രൂപ്പിൽ പോയിട്ടുണ്ട്, ഈ ഡയമണ്ട് ഇൻഡസ്ട്രി കാണാനായിട്ട്. അവിടെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് പോയപ്പോൾ അവിടെ പോയത് വലിയ ഇന്ത്യൻ ബാങ്കുകൾ, ഇന്ത്യക്കാരാണ് അതെല്ലാം ചെയ്യുന്നത്. ഡയമണ്ട് ഇൻഡസ്ട്രി ഇന്ത്യയുടെ കയ്യിലാണ്. അപ്പോൾ അവർക്ക് ധാരാളമായിട്ടുള്ള ലോണുകളൊക്കെ കൊടുക്കുന്ന ഒരു രീതി ബാങ്കുകളിലുണ്ട്. പക്ഷെ ഇവിടെ ചർച്ച ചെയ്യേണ്ട പ്രശ്നം അതിൻ്റെ ഒരു ഒന്നുമല്ല. വേർ യു, നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രിക്ക് പോയിട്ട് എല്ലാ ബാങ്കിലും പോയിട്ട് നോക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ തന്നെ എൻ്റെ സ്നേഹിതൻ BJPയുടെ നേതാവുണ്ട്. ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൊക്കെ ഭയങ്കര കുഴപ്പമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കാരണം ഏതെങ്കിലും കൃഷിക്കാരൻ അയാളുടെ സ്ഥലം വിറ്റിട്ട് അത് ഇട്ടാൽ എവിടെ, നോ യുവർ കസ്റ്റമർ എവിടെ എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ഞാനന്ന് ആ സമയത്ത് പറഞ്ഞു, നോ യുവർ കസ്റ്റമറിൻ്റെ പ്രശ്നമില്ല, കോപ്പറേറ്റീവ് ബാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാം, എല്ലാവരും നോൺ ടു ഈച്ച് അതറാണ്. അപ്പോൾ അങ്ങനെ ഭയങ്കരമായ കാര്യങ്ങൾ പറഞ്ഞ BJP ഈ കടുക് ചോരുന്നത് നോക്കിയിട്ട് നാളികേരമല്ല, ലക്ഷക്കണക്കിന് നാളികേരം ചോരുന്നത് കണ്ടില്ല. കടുകുമണിക്ക് വേണ്ടി അന്വേഷിക്കുകയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ക്രിട്ടിക്കൽ പോയിൻ്റ് എന്താണ്? ഇതിൻ്റെ കൺട്രോൾ RBI ആണ്. RBIയുടെ കൺട്രോൾ ഗവൺമെൻറ്റാണ്. RBI സ്വതന്ത്രമായിട്ടുള്ള ബോഡിയാണ്. എന്താ RBIയുടെ ജോലിയായിരുന്നു 1-2 കൊല്ലമായിട്ട്? നോട്ടെണ്ണി തീർന്നിട്ടില്ല. അപ്പോൾ ഇവിടെ സംഭവിച്ചത് നരേന്ദ്രമോദിക്കും BJP ഗവൺമെൻറ്റിനും സംഭവിച്ചത് എന്താണ്? അവർ ചെയ്യേണ്ട ജോലിയല്ല, റോൾ ക്ലാരിറ്റി ഇല്ല. അവരുടെ റോള് എന്ന് പറയുന്നത് ഇങ്ങനെ ഹലബലം ഉണ്ടാക്കിയ ആളുകളെ കൊണ്ടൊക്കെ ഞാൻ കള്ളപ്പണം പിടിച്ചു, അവിടെ 20,000 രൂപ ഞാൻ കണ്ടുപിടിച്ചു, 2 ലക്ഷം രൂപ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കിടക്കുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ വലിയ വാർത്തകൾ സൃഷ്ടിക്കുന്നതിന് പകരം ചെയ്യേണ്ട ജോലി ചെയ്തില്ല, തോട്ടം സംരക്ഷിച്ചില്ല, അവിടെ ആളുകൾ കയറി മേഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് ഇന്നിപ്പോൾ സംഭവിച്ചിരിക്കുന്ന ദുരന്തം BJPക്കൊന്നുമല്ല, ഇന്ത്യൻ ഇക്കോണമിയെ തന്നെ ബാധിക്കുകയാണ്. എല്ലാവരും ബാങ്കുകളിലേക്കാണ് ഉറ്റുനോക്കുന്നത്. 1 ലക്ഷം രൂപ കടമെടുക്കാൻ വരുന്നൊരു സാധാരണക്കാരനോട് ബാങ്കുകൾ എന്തൊക്കെയാണ് ആവശ്യപ്പെടുന്നത്? ഒരു തവണ മുടക്ക് വരുത്തുന്ന ഒരാളുടെ കിടപ്പാടം വരെ ജപ്തി ചെയ്യുന്ന കാഴ്ചയാണ് കാണുന്നത്. 11,400 കോടി രൂപ ലയബിലിറ്റി വരുത്തുന്ന ഒരാൾ ഇന്ത്യയിൽ നിന്ന് രക്ഷപ്പെട്ട് വിദേശത്തേക്ക് പോകുന്നത് വരെ ഈ ബാങ്കുകൾ എന്ത് ചെയ്യുകയായിരുന്നു?
ഈ നീരവ് മോഡിയുടെ ഈ തട്ടിപ്പ് നടത്തിയ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ചെയർമാനായിരുന്ന ഉഷ അനന്ത സുബ്രഹ്മണ്യമുണ്ട്. ഉഷ അനന്ത സുബ്രഹ്മണ്യത്തിന് 2016 അലഹബാദ് ബാങ്കിലോട്ട് മാറ്റി. മുമ്പേ ഇപ്പം സ്ത്രീകൾ തന്നെ സംസാരം തുടങ്ങിയപ്പോൾ പറഞ്ഞു, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇന്ത്യയിലെ 2ാമത്തെ വലിയ ബാങ്കാണ്. സാധാരണ ഈ വലിയ ബാങ്കിൽ നിന്ന് ചെറിയ ബാങ്കിലോട്ട് ചെയർമാൻമാരെയും എം ഡിമാരെയും മാറ്റാറേയില്ല. വലിയ ബാങ്കിലോട്ട് മാറ്റും, അല്ലെങ്കിൽ റിട്ടയർ ആകുമ്പോൾ പോവും. അത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുക, നീരവ് മോഡിയുടെ ഇടപെടൽ നടന്നു എന്നാണ് പറയുന്നത്. ബാങ്ക് ബോർഡ് ബ്യൂറോയിൽ ഡിസ്കഷനിൽ ഈ നടപടി സ്വീകരിക്കരുതെന്ന് ബാങ്ക് ബോർഡ് ബ്യൂറോ തീരുമാനിച്ചു. ബാങ്ക് ബോർഡ് ബ്യൂറോയെ അപ്പോയിൻറ്റ് ചെയ്തതേ CMDസിനെ നിയമിക്കാനാണ്. പക്ഷേ ഫൈനാൻസ് മിനിസ്റ്റർ അതിനെ ഓവർ റൂൾ ചെയ്തു. ഓവർ റൂൾ ചെയ്തുകൊണ്ടാണ് പുതിയൊരു കക്ഷിയെ മഹാപാത്ര എന്നൊരു കക്ഷിയെ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ചെയർമാനെ വെച്ചത്. അതിൽ ഈ നീരവ് മോഡിയുടെ ഇടപെടലുണ്ടെന്നാണ് നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ധാരണയും. ഇപ്പോൾ ബിസിനസ് സ്റ്റാൻഡേർഡ് പോലുള്ള പത്രങ്ങൾ ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിലിടപെടാം. അത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനെ ഇതുപോലെ തന്നെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇനി നീരവ് മോഡി പോകുന്നതിന് മുമ്പ് 6 മാസം മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കുട്ടികളെ അദ്ദേഹം നേരത്തെ തന്നെ ബെൽജിയത്തിലോട്ട് ട്രാൻസ്ഫർ ന്യൂയോർക്കിലോട്ട് മാറ്റി. അതുപോലെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എല്ലാ പരിപാടികളും അവർ പ്ലാൻഡ് ആയിട്ട് മരവിപ്പിച്ചു. പിന്നെ ഈ 5100 കോടി പിടിച്ചു എന്ന് പറയുന്നത് അത് വലിയ സംഭവമല്ല. ഇപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ഗീതാഞ്ജലി ജുവലറി പട്ടത്തുണ്ട്. ആ ജുവലറി ഫ്രാഞ്ചൈസിയാണ്. അതിലിരിക്കണ ഡയമണ്ട് സംഭവമൊക്കെ നീരവ് മോഡിയുടെയും മറ്റേ അദ്ദേഹത്തിൻ്റെ ഒന്നുമല്ല. ഈ പിടിച്ചെടുത്ത സ്വത്തൊക്കെ കേസിന് പോവുകയാണെങ്കിൽ ഇവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും. അവരെ ഓൾമോസ്റ്റ് അവരുടെ സ്വത്ത് മൊത്തം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പുറത്തു വരുന്ന ഈ കഥാപാത്രങ്ങളുടെ ചില കഥകളിൽ അംബാനി കുടുംബവുമായുള്ള വിവാഹ ബന്ധം, അല്ലാതെയുള്ള കുടുംബ ബന്ധങ്ങൾ, ഇത്തരത്തിലുള്ള ഈ ബന്ധങ്ങളുടെ കഥ കൂടി കേൾക്കുമ്പോൾ സ്വാഭാവികമായ സംശയം ഇന്ത്യയിലെ ഏതൊരു സാധാരണക്കാരന് തോന്നും. അല്ല, തീർച്ചയാണല്ലോ. ഇവിടെ രാഷ്ട്രീയക്കാർ, അതോടൊപ്പം തന്നെ വൻ കുത്തകകൾ, ഇവർ തമ്മിലുള്ള ഒരു അവിശുദ്ധവും ആയിട്ടുള്ള ബന്ധം രൂഢമൂലമാണ്. അല്ല, BJPക്ക് അത് പറയാൻ എന്ത് റൈറ്റ് ആണുള്ളത്? കാരണം 90% ഫണ്ടും BJP എന്ന പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തന ഫണ്ടിന്റെ 90% കോർപ്പറേറ്റുകളിൽ നിന്നാണ് സമാഹരിക്കുന്നത്. ആ പാർട്ടിക്ക് എങ്ങനെയാണ് കോർപ്പറേറ്റുകൾക്കെതിരെ ഒരു നടപടി എടുക്കാൻ കഴിയുക? BJP 11 കോടി മെമ്പർമാരുള്ള പാർട്ടിയാണ്. BJPക്ക് അങ്ങനെ കോർപ്പറേറ്റുകളുടെ ഫണ്ട് കൊണ്ടൊന്നും പാർട്ടി പ്രവർത്തനം നടത്തേണ്ട ആവശ്യമില്ല. മാത്രമല്ല പാർട്ടികളുടെ പണം കളക്ട് ചെയ്യുന്നതിനുള്ള മാനദണ്ഡങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് BJP ആണ്. അങ്ങനെ BJPക്ക് കോർപ്പറേറ്റുകളിൽ നിന്ന് കോടികൾ പറയുന്ന സമയത്ത് തന്നെയാണ് ജിയോയുടെ പരസ്യത്തിൽ ബ്രാൻഡ് അംബാസിഡർ പോലെ നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി പത്രങ്ങളുടെ 1ാം പേജിൽ പ്രത്യക്ഷപ്പെടുന്നത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയല്ല. ഞങ്ങൾ ഇവിടെ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 50 കോടി പാവങ്ങൾക്കാണ് അതിന്റെ ഗുണം ഉണ്ടായിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള പദ്ധതികളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അംബാനി കുടുംബവുമായി ബന്ധമുള്ള ഒരാൾ ഒരു ബാങ്കിൽ ചെന്ന് കോടിക്കണക്കിന് രൂപയുടെ വായ്പ ചോദിക്കുമ്പോൾ ഏത് ബാങ്കാണ് ഇന്ത്യയിൽ ഒരു ഈട് ആവശ്യപ്പെടാനുള്ള ധൈര്യം കാണിക്കുക? ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഇപ്പം ഞാൻ ഒറ്റയ്ക്കും ബാക്കി ഇപ്പം ഞാൻ വിചാരിച്ചു അദ്ദേഹം ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റാൻഡ് എടുക്കുമെന്ന് വിചാരിച്ചു. അദ്ദേഹവും CP ജോണിന്റെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പക്ഷപാതിത്വം എടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അയ്യോ അല്ല, അദ്ദേഹം ധനകാര്യ വിദഗ്ധനും ഒരു നിഷ്പക്ഷമായിരുന്നുവെങ്കിൽ ഈ 2011 അയാൾ കൊള്ളയടിച്ചത് സമ്മതിക്കുമായിരുന്നു. 2011 മൻമോഹൻ സിംഗ് റിസർവ് ബാങ്ക് ഗവർണറായിരുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ സാക്ഷാൽ പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴാണ് ഈ കൊള്ള മുഴുവൻ നടന്നതെന്നെങ്കിലും അദ്ദേഹം സമ്മതിക്കുമായിരുന്നു. അത് സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനായിട്ടല്ല ഇവിടെ അവതരിപ്പിച്ചത്, ഒരു UDF ലീഡറായിട്ടാണ്. അപ്പോൾ എന്നെ വ്യക്തിപരമായി പറഞ്ഞുകൊണ്ട് എനിക്ക് ഇടപെടാം. BJPയുടെ ഏതെങ്കിലും ജില്ലാ കമ്മിറ്റി കൂടിയിട്ടോ സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ടോ പൈസ എടുത്തുകൊണ്ടോ എന്നുള്ളതല്ല. ഇവിടെ ശ്രദ്ധിച്ചില്ല. അതിനു പകരം ബാങ്കിങ്ങിനെയും അതുപോലെ തന്നെ മോണിറ്ററി സിസ്റ്റത്തെയും രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ഒരു വേദിയായി ഉപയോഗപ്പെടുത്തി. അതാണ് വിമർശനം. സുരേഷ് തുടങ്ങിയപ്പോൾ ശ്രീകല ചോദിച്ച ആദ്യത്തെ ചോദ്യം 15 ലക്ഷം രൂപ വീതം ആളോഹരി ബാങ്കുകളിലേക്ക് തിരിച്ച് സാധാരണക്കാരന് കൊടുക്കുമെന്ന് പറഞ്ഞതിനെക്കുറിച്ച് അദ്ദേഹം ഒറ്റ ഇതുവരെ വേണ്ടിയിട്ടില്ല. അല്ല, ഞാൻ തീർന്നോട്ടെ. അപ്പോൾ അത് അദ്ദേഹം ബുദ്ധിപൂർവ്വം മറന്നു. അതവിടെ നിൽക്കട്ടെ. അതിനപ്പുറമായി ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഏറ്റവും അവസാനം പറഞ്ഞെത്തിയ 1-2 കാര്യങ്ങൾ മാത്രം തുടങ്ങി അവസാനിപ്പിക്കുക. ഒന്ന്, കള്ളപ്പണ ഡിമോണിറ്റൈസേഷനുമായി ബന്ധപ്പെട്ട് ഡിമോണിറ്റൈസേഷൻ നടന്ന 2016 നവംബർ 8 രാത്രി തന്നെ ഇദ്ദേഹം മാത്രം 90 കോടി രൂപ വൈറ്റ് മണി ആക്കിയിട്ടുണ്ടെന്ന് പുറത്തു വന്നിട്ടുണ്ട് തെളിവുകൾ സഹിതം.
ഈ നീരവ് മോദി മാത്രം. അപ്പോൾ അതിനൊന്നും ഒരു കാര്യമില്ല, അത് സാധാരണക്കാരെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. ഈ പീരീഡിൽ കിട്ടാക്കടം എത്രയാണെന്നറിയാം? 10 ലക്ഷം കോടി രൂപയാണ് ഇപ്പോഴും കിട്ടാക്കടം. 14-15 മാത്രം 97,000 കോടി രൂപ എഴുതിത്തള്ളിയിട്ടുണ്ട് ഇവർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അതാരുടെ എഴുതിത്തള്ളിയത്? സാധാരണക്കാരൻ്റെ എത്ര എഴുതിത്തള്ളിയിട്ടുണ്ട്? ബാങ്കുകളെ കൊള്ളയടിച്ചുകൊണ്ട് കോടികൾ കൊണ്ടുപോയിരിക്കുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമാണ്. ഞങ്ങളുടെ കാലത്ത് പറ്റില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ ഫോട്ടോ എടുത്തതിനെ കുറിച്ച് ചോദിച്ചോ പറഞ്ഞത് പ്രധാനമന്ത്രിയോട് ആരും നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ്. ഇവിടെ മെട്രോയുടെ ഇനാഗുറേഷന് വിളിക്കാതെ എന്ന് കയറിയ ഒരാളെ നമ്മൾ ഫോട്ടോ എടുത്തായിരുന്നു. അത് നമ്മൾ ഒരുപാട് കണ്ടതാണ്. പ്രതിപക്ഷത്തുള്ള ഒരു പാർട്ടി എംപിയോട് ആരും നിൽക്കാൻ പാടില്ല. അതാണ് അതിനകത്ത് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. അതുകൂടെ നിൽക്കട്ടെ. ഇതിനപ്പുറമായി ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്രയും കോടി രൂപ കൊണ്ടുപോയവരെ സംബന്ധിച്ച് എന്ത് നടപടി അവരെടുത്തു? ധനകാര്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ധനകാര്യമന്ത്രി മണ്ഡലത്തിൽ പകരം നിർമ്മലാ സീതാരാമനാണ് സംസാരിക്കുന്നത്? എന്താ അതിൻ്റെ ഔചിത്യം? 1 ലക്ഷം രൂപ എടുക്കാൻ വലിയ പാടാണ്. 100 കോടിയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് കിട്ടും. കാര്യം എന്ന് വെച്ചാൽ 5 കോടി കമ്മീഷൻ കൊടുത്താൽ മതി. 95 തിരിച്ചടയ്ക്കണ്ടല്ലോ. അവിടെ ഒരു അസറ്റും ഇല്ല, അസറ്റും നോക്കുന്നില്ല. എന്തുകൊണ്ട് ഇവിടെ 3 വർഷം കൊണ്ടല്ല, ഈ 8 വർഷം കൊണ്ട് ഓഡിറ്റിംഗ് ഇല്ലേ? ഒരു സാധാരണപ്പെട്ട 3 മാസം അടച്ചില്ലെങ്കിൽ വീട്ടിൽ ജപ്തി നോട്ടീസ്. ഇപ്പം വെച്ചാൽ ഫ്ലക്സാണ് ഒട്ടിക്കുന്നത്. നീരവ് മോഡിയുടെ കൂടെ മോഡി നിന്നുകൊണ്ടൊരു ഫോട്ടോ കൊണ്ടുണ്ട്. സരിതയുടെ കൂടെ ഉമ്മൻചാണ്ടി നിന്നുകൊണ്ടോ, കണ്ണൂർ വെട്ടിക്കൊന്ന ആകാശിന്റെ നിന്ന പ്രതിയുടെ കൂടെ പിണറായി വിജയൻ നിന്നുകൊണ്ടോ ഇതിലൊന്നും സാക്ഷിയാവുന്നില്ല. അവരതിലെ പ്രതിയാവുന്നില്ല. രാഷ്ട്രീയമല്ല ഇവിടെ വേണ്ടത്. സാധാരണപ്പെട്ടവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ബാങ്ക് കൊണ്ട്? 5 ലക്ഷം രൂപ ലോൺ എടുത്ത വ്യക്തിയാണ്. പ്രമാണം കൊണ്ടുവരണം, 15 കൊല്ലത്തെ മുൻ പ്രമാണം കൊണ്ടുവരണം, മറ്റത് കൊണ്ടുവരണം, വക്കീലുണ്ട്, എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ വക്കീൽ തിരുത്താധാരം കൊണ്ട് എന്തെല്ലാം ബുദ്ധിമുട്ട്. മറ്റിവർക്കൊന്നും ഇത് ബാധകമല്ലേ? ഈ വ്യക്തികൾക്കൊന്നും ഇത് ബാധകമല്ലേ? മകൾക്ക് വേണ്ടി ഞാൻ എഡ്യൂക്കേഷൻ ലോൺ എടുത്ത വ്യക്തി എന്നുള്ളതായിരിക്കും പറയുകയാണ്. എൻ്റെ മകൾക്ക് ഒരു തുച്ഛമായ 1.25 ലക്ഷം രൂപ ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എടുത്തു. പക്ഷേങ്കിൽ ഞാൻ അതിൻ്റെ പലിശ മാത്രം അടച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിൽ തന്നെ മാസത്തിലൊരിക്കൽ എൻ്റെ വീട്ടിൽ മാനേജരും അവിടുത്തെ സ്റ്റാഫും വന്നു. ഞാൻ ചോദിച്ചു, ഞാൻ എൻ്റെ കുട്ടിയുടെ ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്, എൻ്റെ സാലറി സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെന്താ, നിങ്ങൾ ശമ്പളത്തിൽ റിക്കവറി വന്നോ? നിങ്ങളെൻ്റെ വീട്ടിൽ വന്ന് എന്നെ നാണം കെടുത്താൻ വേണ്ടിയിട്ട്? എൻ്റെ കുട്ടി ആത്മഹത്യ നിങ്ങൾ സമ്മാനം പറയുമോ? നമ്മുടെ പ്രധാനമന്ത്രി ലോകത്ത് ഒരുവിധ രാജ്യങ്ങളിലെല്ലാം അദ്ദേഹം സന്ദർശിക്കുന്നു, എല്ലാവരുമായി നല്ല ബന്ധത്തിലാണെന്ന് പറയുന്നു. ഈ തട്ടിപ്പ് നടത്തി വിദേശത്ത് പോയ മനുഷ്യർ അവിടുന്ന് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലിരുന്ന് VIP ലോഞ്ചിലിരുന്ന് കളി കണ്ടു പോകുന്ന കാഴ്ചയാണ് നമ്മളിവിടെ ഇരുന്ന് TV-യിൽ കാണുന്നത്. പക്ഷേ ചെറുവിരൽ അനക്കാൻ പറ്റുന്നില്ല ഈ മനുഷ്യരെ തിരിച്ചു കൊണ്ടുവരാൻ. അതെന്തുകൊണ്ടാണ്? ഇതിനേക്കാൾ വലിയ കോണ്ടത്തിൽ ഈ രാജ്യത്തുനിന്ന് കടത്തിക്കൊണ്ടുപോയ ഒരുപാട് ആൾക്കാരുണ്ട്, കടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. ഇതൊരു വസ്തുതയാണ്. ഈ രാജ്യത്ത് ഇന്ത്യക്കകത്തുള്ള അവരുടെ മുഴുവൻ അസറ്റ് ഇന്ത്യ ഗവൺമെന്റ്. നീരവ് മോദിയുടെ എന്ത് അസറ്റാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്? സുരേഷ്, എന്റെ ക്വസ്റ്റ്യൻ അതല്ല. ഇദ്ദേഹം വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കള്ളം കയറി എടുത്തുകൊണ്ട് പോകുന്നതല്ലോ. സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു 6 മാസക്കാലം ഇത് പോവാനുള്ള നടപടി ചെയ്യുമ്പോൾ നമ്മുടെ ഇക്കണോമിക് ഇന്റലിജൻസ് എവിടെയായിരുന്നു? 20,000 കോടി രൂപ ഇവിടുന്ന് അടിച്ചോണ്ട് പോയിട്ട് 5,000 കോടിയുടെ അസറ്റ്സ് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഏറ്റവും പ്രബലനായിട്ടുള്ള നേതാവാണല്ലോ അഭിഷേക് സിംഗ്വി. അദ്ദേഹത്തിന്റെ ഭാര്യ ഇദ്ദേഹത്തിന്റെ ഈ കള്ള സ്ഥാപനത്തിലെ ഷെയർ ഹോൾഡർ ആയിരുന്നു. ആ ഭാര്യയുടെ പേരിലുള്ള വസ്തുവകകളിലാണ് ഇദ്ദേഹത്തിന്റെ സ്ഥാപനം നടത്തുന്നത്. നിർമ്മലാ സീതാരാമൻ കേസ് കൊടുക്കുമെന്ന് ജനുവരി 2018 ജനുവരി 23 ദാവോസിൽ പ്രധാനമന്ത്രിയോടൊപ്പം ഒരേ പ്ലാറ്റ്ഫോമിൽ ഇരുന്നയാൾ 31 FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇന്ത്യയിലില്ല. 8 ദിവസം മുമ്പ് ഇത്തരത്തിലൊരു കേസ് വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തി വർഷങ്ങളായി തട്ടിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് 2008 മുതൽ നടക്കുന്നതാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിനെതിരെ FIR ഇടുന്നതിന് 3 ദിവസം മുമ്പ് അദ്ദേഹം പ്രധാനമന്ത്രിയോടൊപ്പം ഉണ്ട്. അത് സുരേഷിന് പ്രശ്നമല്ല. FIR ഇട്ടതിന് ശേഷമുണ്ടോ? അത് നല്ല ചോദ്യമാണ്. അദ്ദേഹം ഇന്ത്യയിൽ ഭാര്യയുടെ ഷെയർ ഹോൾഡർ ആവാം, അല്ലാതിരിക്കാം. അദ്ദേഹം അതിന്റെ നിയമാനുസൃതം നോക്കട്ടെ. അതിനപ്പുറം പോട്ടെ. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു ഒഫീഷ്യൽ ഡെലിഗേഷൻ ടീമായി ദാവോസിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം അപ്പോൾ റോഡിൽ നിന്നുള്ള ഫോട്ടോ എടുത്താൽ റോഡിൽ നിന്നുള്ള ഫോട്ടോ അല്ല, ആ ഫോട്ടോ സൂക്ഷിച്ച് നോക്കണം അങ്ങ് ആരൊക്കെയാണ് കൂടെ നിൽക്കുന്നതെന്ന്. ഇന്ത്യയിലെ വമ്പന്മാരായ വ്യവസായികളോടൊപ്പം ദാവോസിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുമ്പോൾ അത് കഴിഞ്ഞ് ഒരാഴ്ച ഇന്ത്യയിൽ പോയിരിക്കുന്നു അദ്ദേഹത്തെ സംബന്ധിച്ച് നിങ്ങൾക്കൊന്നും അറിയില്ല.
നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നരേന്ദ്രമോദി ഞാൻ പറയട്ടെ, ഞങ്ങൾ പ്രതിപക്ഷത്താകെ ഞങ്ങൾ പ്രതിപക്ഷത്ത് തന്നെയാണ്. നിങ്ങൾ കഴിഞ്ഞ 4 വർഷമായി ഭരിക്കുക. നിങ്ങളുടെ കാലത്താണ് ഇത്തരത്തിൽ 3 പേർ ഇന്ത്യയിൽ കണ്ടിട്ടില്ലാത്ത അത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും ഉണ്ടായിട്ടില്ല. ഇത്രയും കൊള്ള നടത്തിക്കൊണ്ട് രാജ്യം വിട്ടുപോയത്. നീരവ് മോദിയുടെ 2013 അദ്ദേഹത്തിന്റെ പെണ്ണുങ്ങൾക്ക് വേണ്ടിയുള്ള ജൂബിലറി ഉദ്ഘാടനം ചെയ്യാൻ രാഹുൽ ഗാന്ധി പോയി 2ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ലോൺ എൻഹാൻസ് ചെയ്തു. അതേ സമയത്ത് ഞാൻ പറയുന്നു, നരേന്ദ്രമോദിയോടൊപ്പം ഒരു ഫോട്ടോയിൽ അയാൾ നിന്നെങ്കിലും അതിന്റെ 2ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ ലോൺ എൻഹാൻസ് ചെയ്യായിരുന്നില്ല. അദ്ദേഹത്തിനെതിരെ FIR ഇട്ട് അദ്ദേഹത്തിന്റെ ഭൂമി മുഴുവൻ കണ്ടെത്തുന്ന തന്റെ ഇടമാണ് നരേന്ദ്രമോദി കാണിച്ചത്. അതാണ് കോൺഗ്രസ് BJP ഭരണവും തമ്മിലുള്ള വ്യത്യാസം. ഈ വ്യത്യാസം കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവില്ല. ഞങ്ങൾ അറസ്റ്റ് ചെയ്യുന്നു, നടപടിയെടുക്കുന്നു, അദ്ദേഹത്തിന്റെ സ്ഥാപനങ്ങൾ മുഴുവൻ കണ്ടുകെട്ടുന്നു, അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ജയിലിലടച്ചു. നിങ്ങൾ അറസ്റ്റ് ചെയ്തു, എത്ര പേരെ അറസ്റ്റ് ചെയ്തു? എത്ര നാളായി മല്യ പോയിട്ട് എത്ര കാലമായി? ഒച്ച വെച്ചിട്ട് കാര്യമില്ല. അയാളെ രാജ്യസഭ ചോദിക്കുന്നതിന് വ്യക്തമായി മറുപടി പറയൂ. എത്ര കാലമായി ഇവിടുന്ന് മല്യ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? അദ്ദേഹം ഈ ഇവിടെ കയറ്റിവിട്ടത് ഞാൻ സംസാരിക്കട്ടെ, നിങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ. അദ്ദേഹം പോയിട്ട് VIP പോലെ ഇരുന്ന് ക്രിക്കറ്റ് കളി കാണുന്നു, അദ്ദേഹം അവിടെ നിന്ന് ബിയർ കുടിക്കുന്നു, അദ്ദേഹം ആസ്വദിക്കുന്നു, വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. ഇപ്പോൾ ലളിത് മോദി ഇവിടുന്ന് കോടികൾ അടിച്ചുകൊണ്ട് പോയി. അദ്ദേഹം എവിടെയാണ്? ഏറ്റവും അവസാനം നീരജ് മോദി പോയിരിക്കുന്നു. ഏറ്റവും അവസാനം നമ്മളൊക്കെ ഉപയോഗിക്കുന്ന റോട്ടോമാക്ക് പേന ഉണ്ടാക്കിയതിന് 800 കോടി കൊണ്ട് പോയേക്കുക. 3000 പറയുന്നത് 800 കോടി ആദ്യത്തെ FIR വന്നിരിക്കുന്നു. അപ്പോൾ ഓരോ ദിവസവും ഓരോ മാസവും 800, 8000, 10000, 25000 കോടി വീതം അടിച്ചുകൊണ്ട് ഓരോ വ്യവസായികൾ ഇന്ത്യ വിട്ടു പോകുന്നു. മനു അഭിഷേക് സിംഗ് അയാളുടെ ഭാര്യയോ സ്വർണം മേടിച്ചിട്ടുണ്ടെങ്കിലോ ജ്വല്ലറി മേടിച്ചിട്ടുണ്ടോ അവർ കണക്ക് ഹാജരാക്കട്ടെ. നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ. നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നേ, ഞങ്ങൾ നടപടിയെടുക്കുന്ന പിന്നീട് നിങ്ങളുടെ ഭരണമാണല്ലോ ഇവിടെ. സുരേഷ് ഞാൻ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ അങ്ങനൊന്നും പറയണ്ട. നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ. അദ്ദേഹത്തിന്റെ ഇല്ലീഗലായിട്ട് മണി ഉണ്ടെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യൂ. വിഷമം അദ്ദേഹത്തിന്റെ ഭരിക്കുന്നത് BJP അല്ലേ? അപ്പോൾ BJP ഭരിക്കുന്ന ഈ സാഹചര്യത്തിൽ നിങ്ങൾ പ്രത്യേകിച്ച് മോണിറ്ററി സിസ്റ്റം ക്ലെൻസ് ചെയ്യും, അത് ക്ലീൻ ചെയ്ത് അത് വൃത്തിയാക്കും എന്നൊക്കെ അഭിമാനിച്ച ആളുകൾ അവർക്ക് ഫെയിലിയർ പറ്റി എന്നുള്ളത് സമ്മതിക്കണം. ഇവിടെ ബാങ്കിങ് സിസ്റ്റം തകർച്ചയിലാണ്. ആ ബാങ്കിങ് സിസ്റ്റം തകരുന്നത് BJP ഒന്നുമല്ല, തകരുന്നത് ഇന്ത്യൻ ഇക്കോണമിയാണ് തകരാൻ. അതാണ് എൻ്റെ കൺസേൺ. അതല്ലാതെ കോൺഗ്രസും BJPയും നമ്മൾ തർക്കമായിട്ട് ഇതിനെ അധപതിപ്പിച്ചുകൂടാ. ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ കാവൽക്കാരൻ അത് RBI ആണ്. ആ RBIയെ നിങ്ങൾ കുഴച്ചു കളഞ്ഞു. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ഇന്ന് അവർ അങ്കലാപ്പിലാണ്. ഇങ്ങനെയുള്ള വെള്ളാനകളൊന്നും വെച്ചോണ്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നത് 2008 മുതൽ 2014 നിരവ് മോദി വെട്ടിക്കുന്ന സമയത്ത് ഈ RBIയും രഘുറാം രാമനും ഒക്കെ എവിടെയായിരുന്നു? എന്തിനായി RBI? ആവശ്യമില്ല. ഇവിടെ അഴിമതിയും ചോർച്ചയും കാണുമ്പോൾ കണ്ണും പൂട്ടിയിരിക്കുന്ന ഇത്തരത്തിലുള്ള വെള്ളാനകളല്ല, അത് ക്രിയേറ്റീവ് ആവണം. ആ ക്രിയേറ്റീവ് ആയി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ലെറ്റർ ഓഫ് അണ്ടർടേക്കിംഗ് കൊടുക്കുമ്പോൾ 110% സെക്യൂരിറ്റി മേടിക്കേണ്ടതാണ്. ഒറ്റ പൈസയുടെ സെക്യൂരിറ്റി മേടിച്ചിട്ടില്ല. ശിക്ഷിക്കപ്പെടാൻ പോകുന്നതോ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ അറസ്റ്റ് നടന്നതോ ഒരു സ്കെയിൽ 1 ഓഫീസർ, ഒരു സ്കെയിൽ 2, പിന്നെ ഒരു സ്കെയിൽ 3, ഏറ്റവും ജൂനിയറായിട്ടുള്ള ഓഫീസറാണ്. ഞാൻ പറഞ്ഞതല്ല, ഇങ്ങേരുടെ ബന്ധം കിടക്കുന്നത് ചെയർമാനുമായിട്ടാണ്. ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നതിന് ഇങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ കൈ കഴിയത് ഫൈനാൻസ് മിനിസ്റ്റർ കൈ കഴിയില്ലേ? RBI ഫെയിൽ ചെയ്തില്ലേ? RBIക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റാതെ ഡിമോണിറ്റൈസേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എല്ലാം ഫെയിൽ ചെയ്തു. ബാങ്ക് ബോർഡ് ബ്യൂറോ ഈ പ്രശ്നം വന്നത് 2014 11,000 കോടിയുടെ ക്രെഡിറ്റ് ഫെസിലിറ്റി കൊടുത്തു എന്ന് പറയുന്നത് സാറ് പറഞ്ഞതുപോലെ സ്കെയിൽ 1, സ്കെയിൽ 2, സ്കെയിൽ 3 മാനേജറുടെ കയ്യിൽ മാത്രം ഒതുങ്ങുന്ന കാര്യമല്ല. അപ്പം നമ്മുടെ ബാങ്കിൻ്റെ ടോപ്പ് ടു മിഡിൽ ലെവലിൽ എവിടെയൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. രണ്ടാമത് സാറ് പറഞ്ഞു ഇപ്പോൾ നമ്മുടെ ഈ BJP സർക്കാർ ഭരിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാറ് പറഞ്ഞതുപോലെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് അലഹബാദ് ബാങ്കിലേക്ക് പോയ ഒരാൾ ഒരു വിസിൽ ബ്ലോവറായിട്ട് അയാൾ കുത്തുപൊക്കിയത് കൊണ്ടാണ് ഇതറിഞ്ഞത്. കിട്ടാക്കട ആകുന്നത് ഈ 10 ലക്ഷം കോടി സാറ് പറഞ്ഞു കിട്ടാക്കടമായി. അതിപ്പം BJP എന്നോ കോൺഗ്രസ് എന്നോ ജനങ്ങൾക്ക് പ്രശ്നമില്ല. ഇല്ല കമ്മ്യൂണിസ്റ്റാണ് ദേശം ഭരിച്ചാലും നമുക്ക് പ്രശ്നമില്ല. വിദേശത്തേക്ക് കടന്ന തട്ടിപ്പുകാരിൽ ഒരാളെയെങ്കിലും തിരികെ എത്തിക്കാനോ നിയമത്തിന്റെ മുന്നിൽ ഹാജരാക്കാനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സാധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരാനും അവന്റെ കിടപ്പാടം വരെ ജപ്തി ചെയ്യാനും ഒരു മടിയുമില്ലാത്ത സംവിധാനം നിലനിൽക്കുമ്പോഴാണ് ഈ ദുരവസ്ഥ. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല എന്നാണ് പറയാനുള്ളത്. നന്ദി.